പ്രിയ ദൈവമക്കളെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ 3 നോമ്പിൻ്റെ നടുവിലത്തെ നോമ്പ് ദിനമായിരുന്നു ഇന്നലെ. നാം അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അത് കേൾക്കുവാനും നിങ്ങളുമായി ആ ആശയം പങ്കുവയ്ക്കുവാനും ദൈവം നൽകിയ വൻ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് 3 നോമ്പിൻ്റെ അവസാന ദിവസമാണ്. അത് നമുക്കേവർക്കും അറിവുള്ളതുമാണ്. ഇന്നേ ദിവസവും പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും കൂടി അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പരിശുദ്ധ സഭ നമ്മെ ഈ ദിവസം എത്തിച്ചിരിക്കുന്നത് 3 നോമ്പിൻ്റെ അവസാന ദിവസത്തിലേക്കാണ്. ഇത് ഒരു ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും സമാപനം മാത്രമല്ല. വിശുദ്ധ 3 നോമ്പ് എന്ന് പറയുന്നത് വലിയ നോമ്പിലേക്കുള്ള വിശുദ്ധമായ ഒരു കവാടമാണ്. പരിശുദ്ധ സഭ ഒരമ്മയെ പോലെ വലിയ നോമ്പിന് മുമ്പ് നമ്മുടെ ഹൃദയത്തെയും ശരീരത്തെയും ആത്മാവിനെയും മൃദുവായി ഒരുക്കുകയാണ്. അതാണ് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നത്. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നാണ് ആ വാക്യം നമ്മോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും നമുക്ക് പ്രസാദകാലമായിരുന്നു. അത് രക്ഷാ ദിവസവുമായിരുന്നു. ദൈവം നമ്മെ സഹായിക്കുകയുമുണ്ടായി. കാലം നമുക്ക് അനുകൂലമാണ്. ഇത് രക്ഷയുടെ ദിവസമാണ്. ഇന്ന് നമുക്ക് പ്രധാനമായും 4 വിഷയങ്ങളെ കുറിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഒന്നാമതായി 3 നോമ്പിൽ സഭയുടെ ആത്മീയ ജ്ഞാനം. രണ്ടാമതായി നോമ്പിലെ അനുതാപം. അത് സഭയുടെ ഒരു ഹൃദയ ഭാഷയാണ്. മൂന്നാമതായി വലിയ നോമ്പിലേക്കുള്ള ഒരുക്കം, ക്രൂശിന്റെ വഴി. നാലാമതായി സഭ പഠിപ്പിക്കുന്ന നോമ്പിന്റെ പ്രായോഗിക മാർഗങ്ങൾ എന്ന 4 വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഒന്നാമതായി 3 നോമ്പിൽ സഭയുടെ ആത്മീയ ജ്ഞാനം. പരിശുദ്ധ സഭയ്ക്കറിയാം, വ്യക്തമായ ഒരു തീരുമാനമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. പെട്ടെന്ന് നാം വലിയ നോമ്പിലേക്ക് കടക്കുമ്പോൾ ആത്മാവ് പലപ്പോഴും തളർന്നു പോകും. അതുകൊണ്ടാണ് സഭ നൽകുന്നത് വിശുദ്ധ 3 നോമ്പ്. അതൊരു ആത്മീയ പരിശീലന കാലമായി സഭ നൽകുകയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മൗനം, അനുസരണം, ആത്മപരിശോധന, അനുതാപം. അതാണ് സങ്കീർത്തന പുസ്തകം 51-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം കാണുന്നത്. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഹൃദയത്തിന്റെ ബലിപീഠത്തിലാണ് ദൈവം വസിക്കുന്നത്. വിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത് കേവലം
ഭക്ഷണം ഒഴിവാക്കൽ മാത്രമല്ല, പാപത്തെ ഒഴിവാക്കലാണ്. രണ്ടാമതായി, വിശുദ്ധ നോമ്പിലെ അനുതാപം. അത് സഭയുടെ ഒരു ഹൃദയ ഭാഷയാണ്. ആത്മീയതയുടെ ഹൃദയം എന്നത് അനുതാപമാണ്. വിശുദ്ധ നോമ്പ് നമ്മെ വിളിക്കുന്നു ഒരു കുമ്പസാരത്തിലേക്ക്, അനുതാപമുള്ള കണ്ണുനീരിലേക്ക്, വിനയത്തിലേക്ക്. അതാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെയത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്നുത്തരം പറഞ്ഞു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നീ പാപിയായാലും അനുതാപം നിന്നെ രക്ഷിക്കും. സഭ നമ്മെ പഠിപ്പിക്കുന്ന നോമ്പ് വയറ്റിലല്ല, ഹൃദയത്തിലാണ് നടക്കേണ്ടത്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നത്, ദുഷ്ടൻ തന്റെ വഴികളെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും, നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ എന്നാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മൂന്നാമതായി, വലിയ നോമ്പിലേക്കുള്ള ഒരുക്കം, ക്രൂശിന്റെ വഴി. പ്രിയ ദൈവമക്കളെ, വലിയ നോമ്പ് സഭയിൽ ക്രൂശിന്റെ വഴിയാണ്. ഇത് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, അല്ലെങ്കിൽ നമ്മെ എത്തിക്കുന്നത് ഗത്സമനയിൽ നിന്ന് ഗോൽഗോഥായിലേക്ക്, ഒടുവിൽ ഉയർപ്പിലേക്ക്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ കാണുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിക്കുന്നു. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്നാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കഷ്ടതകളിൽ കൂടി തന്നെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. വലിയ നോമ്പ് ദുഃഖത്തിന്റെ കാലമല്ല, പരിശുദ്ധമായ പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നു, നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ക്രൂശില്ലാതെ കിരീടമില്ല. നാലാമതായി, സഭ പഠിപ്പിക്കുന്ന നോമ്പിന്റെ പ്രായോഗിക മാർഗങ്ങൾ. പരിശുദ്ധ സഭ നമ്മോട് പറയുന്നു, ഉപവാസത്തോടും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയോടൊപ്പം ദാനധർമ്മങ്ങൾ, ദാനധർമ്മത്തോടൊപ്പം തന്നെ ക്ഷമ. അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നീ നോമ്പ് നോക്കുമ്പോൾ ദുഃഖമുഖം കാണിക്കരുത്. ചെറിയ പ്രായോഗിക തീരുമാനങ്ങൾ ഈ നോമ്പ് കാലം എടുക്കും. ദിവസേന വിശുദ്ധ വേദപുസ്തകം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക. ക്രൂശിന്റെ അടിയിൽ കുറച്ച് നിമിഷങ്ങൾ അതിനായി മാറ്റിവെക്കുക. ക്ഷമിക്കേണ്ടവരെ ഓർത്ത്
നീയൊന്ന് അനുതപിക്കുക, അവർക്കായി പ്രാർത്ഥിക്കുക. ഒരു നന്മ, അതും നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടച്ച് മനസ്സിനെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റി ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കാം. കർത്താവേ, ഈ 3 നോമ്പ് ഇത് വലിയ നോമ്പിലേക്കുള്ള ഞങ്ങളുടെ ഒരുക്ക നോമ്പാകുന്നു എന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വരുവാനിരിക്കുന്ന വലിയ നോമ്പ് ഞങ്ങളുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുവാനല്ല, ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തുവാനാണ് എന്ന് അടിയങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, പരിശുദ്ധ സഭയുടെ മടിയിൽ നിന്ന് വലിയ നോമ്പിലേക്ക് വിനയത്തോടെ ഞങ്ങൾ കടക്കട്ടെ. ഞങ്ങളുടെ ഹൃദയം നിന്റെ കൃപാകടാക്ഷങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. 1 പത്രോസ് 1-ാം 16 വാക്യത്തിൽ കാണുന്നത് പോലെ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആ വിശുദ്ധിയോടുകൂടി ഏഴകളും പാപികളുമാകുന്ന അടിയങ്ങൾ തമ്പുരാനെ നിന്റെ വിശുദ്ധമായ നോമ്പിനെ നോക്കിയിരിക്കുന്നു. ആ വലിയ നോമ്പിലേക്ക് കടക്കുവാൻ, അതിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെയും യോഗ്യത ഉള്ളവരാക്കി തീർക്കുമാറാകണമേ. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.